ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ഇച്ചിരി സമയം നമ്മളധികം സംസാരിക്കും, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം ചെയ്ത വീഡിയോ ഒരുപാട് കൂട്ടുകാർ കണ്ടു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് പേര് കാണുന്നതിലും നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണുന്നതിലും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ പിന്നെ കൂടുതലും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചേച്ചി ഏത് വിസയിലാണ് വന്നത്, ചേച്ചി ആരാണ് കൊണ്ടുവന്നത്, എത്ര രൂപ ചിലവായി, ഇതൊക്കെയാണ് എൻ്റെ കൂട്ടുകാർക്ക് അറിയേണ്ടത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞു, ഇത് ഏകദേശം ഒരു 4 മാസത്തോളം ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു എന്ന്. ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത് 2024 ഫെബ്രുവരിയോടുകൂടിയായിട്ടാണ്. ഞാൻ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് അത്ര വലിയ അറിവോ ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഫെബ്രുവരി അവസാനത്തോടെയൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടും നടന്നില്ല. അപ്പോഴത്തേക്കും ആ ഒരു സാധ്യത എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വന്നു. എനിക്കാണെങ്കിലും പറ്റും, കുഴപ്പമില്ല, ചെയ്യാമെന്നുള്ള രീതിയിലോട്ട് വന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്തെന്നോ ഒരു സഹോദരത്തുല്യനെന്നോ എൻ്റെ സഹപാഠി, അതിനേക്കാളൊക്കെ ഉപരി എന്താ പറയുക, എന്നും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് വഴിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ നാടിനെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ഇവിടെ വന്ന് നമ്മൾ ജോലി ചെയ്താൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും, നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും, നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറും എന്ന് കേട്ടപ്പോൾ കണ്ണും പൂട്ടി ഞാനങ്ങ് സമ്മതിച്ചു. ഇപ്പം നമ്മൾ മുങ്ങി ചാകാൻ പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ചെറിയ കയറാണെങ്കിൽ നമ്മളത് കയറി പിടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു ആ വ്യക്തിയെ. ഞാൻ ദൈവത്തിന് തുല്യമായിട്ടാണ് ആ വ്യക്തിയെ ഞാൻ കാണുന്നത്. പക്ഷേ നമുക്കിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പേരൊന്നും എടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എന്നോടിങ്ങനെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴും സാമ്പത്തികം മുമ്പിൽ വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ ഓക്കെ, സാരമില്ല, നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ മാർച്ച് 4-ാം തീയതി ആയപ്പോഴത്തേക്കും ബോംബെയിലായിരുന്നു ഇതിൻ്റെ ക്ലാസ്. ഞാൻ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേര് MK ഇൻ്റർനാഷണൽ എന്നാണ്. അത് പറയാൻ കാരണം, ഇവർ പലരും ചോദിച്ചു ഏത് ഏജൻസി വഴിയാണ് വന്നതെന്ന് ചോദിച്ചു. ഒരുപാട് ഏജൻസികളുണ്ട്, പക്ഷെ ഞാൻ വന്നത് MK ഇൻ്റർനാഷണൽ വഴിയാണ് ഞാനിവിടെ എത്തിയത്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണമായിരുന്നു അടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി ഞങ്ങളെ സംബന്ധിച്ചു. ഞാൻ എന്നും സ്നേഹത്തോടെ ഓർക്കുന്ന ആ സുഹൃത്ത് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്ലാസ് മാർച്ച് 4-ാം തീയതി മുതൽ 27-ാം തീയതി വരെയായിരുന്നു ക്ലാസ്. വളരെ നല്ല സന്തോഷകരമായിട്ട് ക്ലാസ് അവസാനിച്ചു. ആ ക്ലാസ്സിനിടയിലാണ് വീണ്ടും അടുത്ത ഒരു പ്രശ്നം എൻ്റെ മുമ്പിൽ വരുന്നത്. എൻ്റെ പാസ്പോർട്ട് വേറെ ഒന്നുമല്ല, എൻ്റെ പാസ്പോർട്ടിൽ നമ്മൾ സർനെയിം കൊടുക്കുമല്ലോ, സർനെയിം കൊടുത്തത് എൻ്റെ ഹസ്ബൻഡ് സർനെയിമായിരുന്നു. ഞാൻ എൻ്റെ പാസ്പോർട്ട് 2017 എടുത്ത പാസ്പോർട്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത പാസ്പോർട്ടാണ്. അപ്പോഴും ഞാൻ അതിൻ്റെ സർനെയിം കൊടുത്തത് എൻ്റെ ഹസ്ബൻഡിനായിരുന്നു. അപ്പോൾ നമുക്ക് ഏജൻസിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, എന്തുകൊണ്ടാണ് പപ്പായുടെ പേര് വെക്കാതെ ഹസ്ബൻഡിൻ്റെ പേര് വെച്ചേ. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും ഒരു വഴിയില്ല, പാസ്പോർട്ട് മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അതിനോട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇസ്രായേൽ ഗവൺമെൻറ് നമ്മളെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഉള്ള നിയമ നടപടിയിൽ ആദ്യത്തെ ഒന്നാണ് മത്താശ അടിക്കുക. മത്താശ വന്നപ്പോഴത്തേക്കും അതിൽ കിടക്കുന്ന പേര് മേരി മോളി നിക്സൺ എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പാസ്പോർട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വിസ വന്നു. വിസയും വന്നേക്കുന്നത് മേരി മോളി നിക്സൺ എന്ന രീതിയിലാണ്. വിസ അവർക്ക് പുറത്തോട്ട് വിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഫുള്ളും നമ്മൾ ഡൽഹിക്ക് അയക്കണം. ഡൽഹിക്ക് അയച്ചാൽ മാത്രമേ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഈ പാസ്പോർട്ടിൻ്റെ പ്രശ്നം വീണ്ടും നമ്മൾ അടുത്ത പാസ്പോർട്ട് എടുത്തു, പപ്പായുടെ പേര് വെച്ചിട്ടുള്ള പാസ്പോർട്ട് എടുത്തു. പക്ഷേ വീണ്ടും നമുക്ക് പാസ്പോർട്ട് സർനെയിം എൻ്റെ ഭർത്താവിൻ്റെ വരത്തക്ക രീതിയിൽ നമുക്ക് വീണ്ടും മാറ്റേണ്ടതായിട്ട് വന്നു.
ആ ഒരു ദിവസങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കില്ലേ നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ അതിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ ഇന്നേ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ചെയ്യുമ്പോൾ എന്നെ സഹായിച്ച ഒരുപാട് കരങ്ങളുണ്ട്. അവരോടൊക്കെ എന്നും ഞാൻ ഹൃദയത്തിൽ എന്നും ഓരോ ദിവസം കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവർക്കൊക്കെ ദൈവമേ നല്ലതേ വരുത്താവുള്ളേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പം ഉറക്കം കാരണം അവരുടെ ഒക്കെ സഹായം കൊണ്ടിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അങ്ങനെ എനിക്ക് അടുത്ത പാസ്പോർട്ടിന് കൊടുക്കുന്നു. അത് എനിക്ക് വളരെ പെട്ടെന്ന്, എനിക്കറിയില്ല എന്ത് അത്ഭുതമാണെന്ന്, വളരെ പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നു. അങ്ങനെ വീണ്ടും മാർച്ച് കഴിയുന്നു, ഏപ്രിൽ കഴിയുന്നു, മെയ് 10-ാം തീയതി ഞാൻ വീണ്ടും നമുക്കിവിടെ ഇൻ്റർവ്യൂവിന് വരാൻ വേണ്ടി ഞാൻ വീണ്ടും ട്രെയിനിൽ വരുന്നു. എല്ലാ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഓക്കെ, എല്ലാ സന്തോഷത്തോടു കൂടി ക്ലാസ്സിന് വരുന്നു. വീണ്ടും നമുക്ക് അടുത്ത കുറേ കാര്യങ്ങളുണ്ട്, കുറേ നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. വീണ്ടും നമുക്ക് സബ്മിഷനുണ്ട്, ഡോക്യുമെൻ്റ് സബ്മിഷനും കഴിഞ്ഞു. നമുക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഇപ്പം ഭാര്യയാണ് ഇസ്രായേലിൽ പോകുന്നതെങ്കിൽ ഭർത്താവാണ് ഇസ്രായേലിൽ വരുന്നതെങ്കിൽ ഭാര്യയും ഇവിടെ വന്ന് ഇൻ്റർവ്യൂവിൽ രണ്ടുപേരും ഒരുമിച്ച് വേണം അത് അറ്റൻഡ് ചെയ്യാനായിട്ട്. അത് നമ്മുടെ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്, വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ഞാനാണ് വരുന്നതെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പാസ്പോർട്ട് ഇവിടെ സറണ്ടർ ചെയ്യും. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഇസ്രായേലിൽ വരാനായിട്ട് പറ്റത്തില്ല. കാരണം ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്, ജനസംഖ്യ കുറവാണ്. ഇവിടെ ഫാമിലി ആയിട്ടൊന്നും നമുക്ക് താമസിക്കാനായിട്ട് നമ്മളെപ്പോലുള്ള കെയർ ഗീവേഴ്സിന് താമസിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ആരാണോ വരുന്നത്, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് നല്ല ഒരിത് നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിന് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പാസ്പോർട്ട് റിലീസ് ചെയ്യും. പാസ്പോർട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന സാധ്യത അനുസരിച്ചിട്ടാണ് ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളിങ്ങോട്ട് വരുന്നത്. പിന്നീട് എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഏജൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞു, എന്നെ ആരാ കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിനു വേണ്ടി ചിലവാകുന്ന പൈസ അത് നമുക്ക് ഓരോ ഏജൻസികളും ഓരോ ഏജൻറ്റുമാരും അവരുടേതായിട്ടുള്ള ഇതിലാണ് അവർ മേടിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടായി ഞാനിവിടെ വരാനായിട്ട്. എല്ലാം കടമാണ്, ഒന്നും കയ്യിൽ വെച്ചിട്ടല്ല ചെയ്തത്, എല്ലാം കടമാണ്. അത്യാവശ്യം വളരെ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്കാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ചിലവാകും എന്ന് കരുതി നമ്മൾ തോറ്റുപോകാനായിട്ട് നിന്നാൽ ആരും നമുക്ക് ഒരു വിലയും തരത്തില്ല എൻ്റെ ഫ്രണ്ട്സ്. ആരും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആരും തിരക്കില്ല. മനസ്സിലായോ? അത് വളരെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാനായിട്ട് പറ്റത്തുള്ളൂ. അന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ വാക്ക് ഞാനും എൻ്റെ ഭർത്താവും കേട്ടതുകൊണ്ട് ഓക്കെ നമുക്കത് ചെയ്യാമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത യാത്രയുടെ ഫലമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും നമ്മൾ ഇത്രയും നമ്മൾ തരണം ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയല്ല. നമ്മളിത് തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഞാൻ വന്ന ഏജൻസിയുടെ നമ്പറോ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ പേഴ്സണലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും വ്യൂസ് എനിക്ക് ഇത്രയും കിട്ടിയിട്ടില്ല. വളരെയേറെ നന്ദിയുണ്ട്. എന്നും എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം അവരെ ഒന്നും കാണാതെ ഞാൻ ഇത്രയും ദിവസങ്ങളൊന്നും നിന്നിട്ടില്ല. എൻ്റെ മക്കളെ കാണാതെ ഞാൻ നിൽക്കുന്നത് അവർക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാവണം. നല്ല രീതിയിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് ഫ്രണ്ട്സ്. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞു വീട്, അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് നേടിയെടുക്കണം. എനിക്ക് ആ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്വപ്നം കണ്ട് എഴുന്നേൽക്കാൻ നല്ലൊരു നാളെ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.